നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചാലക്കുടി നഗരസഭ ചെയർമാൻ എബി ജോർജ് രാജിവെച്ചു. ചാലക്കുടി മുനിസിപ്പൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്നു വന്നിരുന്ന സംസ്ഥാന യൂത്ത് വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ വനിതാ പുരുഷ വിഭാഗത്തിൽ കോഴിക്കോട് ചാമ്പ്യന്മാരായി. ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടി അങ്കമാലി സുഗമ സഞ്ചാര അവകാശ സമരവുമായി അങ്കമാലി മർച്ചന്റ് അസോസിയേഷൻ. പരിയാരം ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം, ചാലക്കുടി സെന്റ് ജെയിംസ് ഫാർമസി കോളേജിലെ NSS വിഭാഗം എന്നിവർ സംയുക്തമായി ക്ഷയരോഗ നിർമ്മാർജ്ജന പരിപാടി സംഘടിപ്പിച്ചു. ചാലക്കുടി പ്രസ് ക്ലബിന്റെയും ടൗൺ റോട്ടറി ക്ലബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ കണ്ണട വിതരണവും കണ്ണുപരിശോധനയും സംഘടിപ്പിച്ചു. റേഷൻ വ്യാപാരികൾ ഈ മാസം 27 മുതൽ സമരത്തിലേക്ക്. ഈ മാസം 27 മുതൽ റേഷൻ കടകൾ അടച്ചിട്ട് സമരം നടത്തുമെന്ന് റേഷൻ വ്യാപാരി സംഘടനകൾ അറിയിച്ചു. ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരും അധ്യാപകരും ബുധനാഴ്ച നടത്തുന്ന പണിമുടക്കിനെതിരെ ഡയസ് നോൺ പ്രഖ്യാപിച്ച് സർക്കാർ. വാർത്തകൾ വിശദമായി. ചാലക്കുടി നഗരസഭ ചെയർമാൻ എബി ജോർജ് രാജിവെച്ചു. ചെയർമാൻ എന്നുള്ള നിലയ്ക്കുള്ള 2 വർഷത്തെ എൻ്റെ ഔദ്യോഗിക കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഒരുപാട് നന്ദി. കോൺഗ്രസിലെ മുൻ ധാരണയനുസരിച്ചാണ് എബി ജോർജ് രാജിവെച്ചത്. ഷിബു ആലപ്പൻ അടുത്ത മുനിസിപ്പൽ ചെയർമാനായേക്കും. നിലവിൽ UDF പാർലമെന്റ് പാർട്ടി ലീഡറാണ് ഷിബു ആലപ്പൻ. നമുക്കൊന്ന് നമ്മുടെ റൂമിൽ പോയി കൊടുക്കല്ലേ? ഷിബു Thank you so much. ഞാൻ 100% സന്തോഷവാനായിട്ടാണ് തിരിച്ച് ചാലക്കുടി നഗരസഭയുടെ ചെയർമാൻ എന്നുള്ള പദവി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നത്. കാരണം എൻ്റെ പാർട്ടിയുടെ മുഴുവൻ നേതാക്കളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെല്ലാവരും നൽകിയ വലിയ സന്തോഷത്തിന് ഒരുപാട് നന്ദി പാർട്ടിയോട് പറയുന്നു. ഭാവി കാലം കുറച്ച് റെസ്റ്റ് എടുക്കുന്നതൊക്കെയാണ് ആഗ്രഹം. പക്ഷേ പാർട്ടി പറയുന്ന കാര്യങ്ങൾ കൂടെ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥനാണ്. ഇടതുപക്ഷത്തിന് അവരുടെ ഉത്തരവാദിത്തമാണ് ചാലക്കുടി നഗരസഭയിൽ ചെയർമാൻ വാഗ്ദാനം ചെയ്തതും പാലിക്കപ്പെടാത്തതുമായ കാര്യങ്ങൾ ഒക്കെ പറയുക എന്നുള്ളത്. ഞാൻ ആ ബോർഡ് ഫുള്ളായിട്ട് വായിച്ചില്ല, കുറച്ച് കാര്യങ്ങൾ വായിച്ചു. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് റവന്യൂ ടവർ നിർമ്മിക്കാൻ ചെയർമാന് സാധിച്ചില്ല തുടങ്ങിയ കുറേ കാര്യങ്ങളാണ് എഴുതിയത്. ഞാനത് ശ്രദ്ധയിൽപ്പെടാനുള്ള കാരണം ഇവിടെ കഴിഞ്ഞ ദിവസം ഈ അനെക്സിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് LDF-ൽ CPM-ൻ്റെ പ്രതിനിധികൾ ആരും തന്നെ ഈ CPI-യുടെ മന്ത്രി വന്ന പരിപാടിയിൽ പങ്കെടുത്തില്ല. അത്
എനിക്ക് തോന്നുന്നു അത് ആ മന്ത്രിനെയും ആ CPIനെയും അപമാനിക്കാൻ വേണ്ടി ഇത്തരമൊരു ഫ്ലെക്സും കാര്യങ്ങളൂടെ കൊണ്ടുവന്ന് വെച്ചതായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം CPMൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ പിന്തുണയുണ്ടായിട്ടുണ്ട്. അവർ ന്യായമായ എല്ലാ കാര്യങ്ങൾക്കും സഹകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു രാഷ്ട്രീയമായതുകൊണ്ട് അത്തരം ചർച്ചകൾ ഉണ്ടായി പോകുന്നതായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ചാലക്കുടി മുനിസിപ്പൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്നു വന്നിരുന്ന സംസ്ഥാന യൂത്ത് വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ വനിതാ പുരുഷ വിഭാഗത്തിൽ കോഴിക്കോട് ചാമ്പ്യന്മാരായി. വനിതാ വിഭാഗം ഫൈനലിൽ കോഴിക്കോട് പാലക്കാടിനെയും പുരുഷ വിഭാഗം ഫൈനലിൽ കോഴിക്കോട് ആതിഥേയരായ തൃശൂരിനെയുമാണ് തോൽപ്പിച്ചത്. വനിതാ വിഭാഗത്തിൽ എറണാകുളത്തിനാണ് 3ാം സ്ഥാനം. യൂസേഴ്സ് ഫൈനലിൽ തൃശൂരിനെയാണ് എറണാകുളം തോൽപ്പിച്ചത്. സനീഷ് കുമാർ ജോസഫ് MLA സമ്മാനദാനം നിർവഹിച്ചു. നഗരസഭാ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ബിജു എസ് ചിറേത്തർ അധ്യക്ഷനായി. നടത്താനിരുന്ന ഈ ചാമ്പ്യൻഷിപ്പ് അതിൽ തന്നെ നടത്തണമെന്നുള്ള ഉദ്ഘാടന യോഗത്തിൽ പറഞ്ഞതുപോലെ ഇന്ന് ചാലക്കുടിക്കാർ വലിയ സന്തോഷത്തിലാണ്. പ്രത്യേകിച്ചും വോളിബോൾ അല്ലെങ്കിൽ മറ്റു കായിക വിനോദങ്ങൾ ഒരു പുതിയ സ്പോർട്സ് കായിക രംഗത്ത് ഒരു പുതിയ മാറ്റം തുടക്കം കുറിക്കുകയാണ്. ചാലക്കുടി സ്റ്റേഡിയം ഇത് പൂർണ്ണ സജ്ജമായതിന് ശേഷം ആദ്യത്തെ സംസ്ഥാന തലത്തിലുള്ള മത്സരമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായി യൂത്ത് വോളിബോൾ ചാമ്പ്യൻഷിപ്പാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ പാരമ്പര്യം ചാലക്കുടിയെ സംബന്ധിച്ചിടത്തോളം നിരവധി കായിക താരങ്ങളെ സംഭാവന ചെയ്ത ഒരു നാടാണ് ചാലക്കുടി. ഇവിടെ ഇത്തരം ഒരു മത്സരം സംഘടിപ്പിക്കാനായിട്ട് ശശിമാഷും ജോഷ്മാഷും ബെന്നിമാഷും ഒക്കെ അല്ലെങ്കിൽ ഈ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ ശ്രീ എ പി ജോർജ് യെസ് ചെയർമാൻ ഇപ്പൊ കോഴിക്കോട് താങ്ക് യു സനീഷ് കുമാർ ജോസഫ് MLA, താങ്ക് യു ബിജോയ് ബാബു, താങ്ക് യു ശ്രീ എ പി ജോർജ് മുനിസിപ്പൽ ചെയർമാൻ, താങ്ക് യു PB ശിവൻ വൈസ് പ്രസിഡന്റ്. അടുത്തതായി ആൺകുട്ടികളുടെ 2ാം സ്ഥാനക്കാരാണ്. പരിശീലകർ കോച്ചസ്
കുറച്ച് വർഷം കുറിച്ചിട്ടുണ്ട്. നാൽപ്പതാമത് സംസ്ഥാന യൂത്ത് വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ജേതാക്കൾ കോഴിക്കോട് ജില്ല. ട്രോഫി സ്വീകരിക്കുന്നതിന് വേണ്ടി രണ്ടാം സ്ഥാനക്കാരായ വനിതാ വിഭാഗത്തിൽ പാലക്കാട് ജില്ലയിൽ ആൺകുട്ടികളുടെ വിഭാഗം രണ്ടാം നന്ദി ഫാമിലിയാണ്. നന്ദി പ്രത്യേകം ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടി അങ്കമാലി സുഗമ സഞ്ചാര അവകാശ സമരവുമായി അങ്കമാലി അസോസിയേഷൻ. ഇത് വർഷങ്ങളായിട്ട് ഇവിടുത്തെ ജനങ്ങളെല്ലാവരും അനുഭവിക്കുന്നതാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ പൂച്ചയ്ക്കാര് മണി കെട്ടും എന്നുള്ള കാര്യമാണ് ഇവിടെ കാര്യങ്ങൾ പോകുന്നത്. ഇവിടെ നമുക്കറിയാം NH-ഉം MC റോഡും സന്ധിക്കുന്ന പട്ടണമാണ് അങ്കമാലി. അപ്പം ഞാൻ പറയണേ, തീർച്ചയായിട്ടും ഈ കാലടിയൊക്കെ ബ്ലോക്ക് ആവണം, MC റോഡ് ഫുള്ള് ബ്ലോക്ക് ആവണം, ആ വണ്ടികൾ മുഴുവൻ കയറി NH-ലേക്ക് വരുന്നു. അപ്പം NH-ഉം ബ്ലോക്ക് ആവണം. അപ്പം ഞാൻ കേരളത്തിൽ ഒരു ഫ്ലൈ ഓവർ അല്ലെങ്കിൽ ഒരു ബൈപ്പാസ് വരുന്നുണ്ടെങ്കിൽ ആദ്യം വരുന്നത് അങ്കമാലിയിലാണ്. എന്തുകൊണ്ട് ഇത്രയും കാലം ഇത് വന്നില്ല? ഞങ്ങളുടെ ചരിത്രം പറയുകയാണെങ്കിൽ ഞങ്ങൾ 1990 തുടങ്ങി വ്യാപാരികൾ ഈ കാര്യം ആവശ്യപ്പെടുന്നുണ്ട്. ഞങ്ങളുടെ മുൻ പ്രസിഡന്റുമാർ നിരാഹാര സമരം കിടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പോൾ വന്നപ്പോൾ എന്ത് പറ്റി വെച്ചാൽ ഇത് കൂടി ദേശീയപാതയും MC റോഡും സംഗമിക്കുന്ന ഏറെ പ്രാധാന്യമുള്ള അങ്കമാലിയോട് അധികൃതർ കാണിക്കുന്ന നിസ്സംഗതയ്ക്കെതിരെയാണ് വ്യാപാരികളുടെ സമരം. യാത്രക്കാരുടെ ബാഹുല്യവും വാഹനങ്ങളുടെ എണ്ണത്തിലുണ്ടാകുന്ന ക്രമാതീതമായ വളർച്ചയും പരിഗണിച്ച് വേണ്ടത്ര പഠനങ്ങൾ നടത്തി പുതിയ റോഡുകൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്താത്തതിനാൽ അങ്കമാലി ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടുകയാണ്. ഗതാഗതക്കുരുക്ക് മൂലം വ്യാപാരികൾക്ക് കനത്ത വ്യാപാര നഷ്ടം ഉണ്ടാകുന്നുണ്ട്. പല ഘട്ടങ്ങളിലായി വ്യാപാരികൾ നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു വിധത്തിലുള്ള നടപടികൾ സ്വീകരിക്കാതെ അധികൃതർ നിസ്സംഗത പാലിക്കുകയാണെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ബുധനാഴ്ച രാവിലെ 10 മണിക്ക് സമരത്തിന്റെ ഉദ്ഘാടനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നിർവഹിക്കും. അങ്കമാലി മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോണി കുര്യാക്കോസ് അധ്യക്ഷത വഹിക്കും. രാവിലെ 10 മുതൽ ശനിയാഴ്ച വൈകിട്ട് 6 വരെ അങ്കമാലി പഴയ മുനിസിപ്പൽ ഓഫീസിന് മുമ്പിലാണ് റിലേ നിരാഹാര സത്യാഗ്രഹം നടത്തുന്നത്. വാർത്താ സമ്മേളനത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് ജോണി കുര്യാക്കോസ്, ജനറൽ സെക്രട്ടറി ബിജു പൂക്കറ്റ്, ട്രഷറർ ഡെന്നി പോൾ, വൈസ് പ്രസിഡന്റ് തോമസ് കുര്യാക്കോസ്, ബിനു തരിയൻ, KP ബിജു, ജോബി ജോസ്, NB പോളച്ചൻ എന്നിവർ പങ്കെടുത്തു. ഒരു നേട്ടമായി അല്ലെങ്കിൽ അവർക്കും കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ അങ്കമാലിയുടെ വിഷയം ചൂണ്ടിക്കാണിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, സംസ്ഥാന തലത്തിലായാൽ പോലും ഈ ട്രാഫിക് ബ്ലോക്ക് മിക്കവാറും എല്ലാ പട്ടണങ്ങളിലും ഉണ്ട്. പക്ഷെ അങ്കമാലിയെ സംബന്ധിച്ച് വളരെ നേരത്തെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഒരു നീക്കുപോക്കുകൾ നടത്തി ഇതിനൊരു വികസനം കൊണ്ടുവരേണ്ട ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷനാണ് അങ്കമാലി. 2 കാരണങ്ങളാണ്. ഒന്ന്, NH-ഉം MC റോഡും സന്ധിക്കുന്നത് ഒന്ന് അങ്കമാലിയിലും മറ്റൊന്ന് തിരുവനന്തപുരത്തുമാണ്. അപ്പോൾ ഈ വടക്കൻ മേഖലയിൽ നിന്ന് വരുന്നതിൽ വന്നിട്ടാണ് അതുപോലെ തിരിച്ചു വരുന്നത്. അതുപോലെ തന്നെയാണ് നമുക്കറിയാം, ഇന്റർനാഷണൽ എയർപോർട്ട് വന്നതിന് ശേഷം എയർപോർട്ടിലേക്കുള്ള സഞ്ചാരം കൂടിയിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത്തരം വിഷയങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അധികാരികൾ വളരെ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള നടപടി സ്വീകരിക്കേണ്ടതായിരുന്നു. സംസ്ഥാനത്തെ സ്വർണ്ണവില വീണ്ടും വെള്ളിയാഴ്ചത്തെ നില വീണ്ടെടുത്തു. വെള്ളിയാഴ്ചത്തെ 59,600 എന്ന നിലയിലേക്കാണ് സ്വർണ്ണവില വീണ്ടും എത്തിയത്. 120 രൂപ വർദ്ധിച്ചതോടെയാണ് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലേക്ക് മടങ്ങിയെത്തിയത്. ഗ്രാമിന് 15 രൂപ വർദ്ധിച്ച് 7,450 രൂപയായി. കഴിഞ്ഞ വർഷം ഒക്ടോബർ 31 രേഖപ്പെടുത്തിയ 59,640 രൂപയാണ് ഏറ്റവും ഉയർന്ന സ്വർണ്ണവില. ഇത് കടന്നും കുതിക്കുമെന്നാണ് വിപണി വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഈ മാസത്തിന്റെ തുടക്കത്തിൽ 57,200 രൂപയായിരുന്നു പവൻ വില. ഇതാണ് ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന നിലവാരം.
19 ദിവസം കൊണ്ട് 2400 രൂപയാണ് വർദ്ധിച്ചത്. ഡോളർ ശക്തിയാർജിക്കുന്നതും ആഗോള വിപണിയിലെ ചലനങ്ങളുമാണ് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 2 ഗഡു പെൻഷൻ കൂടി വിതരണം ചെയ്യും. ഇതിനായി 1604 കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. 62 ലക്ഷത്തോളം പേർക്കാണ് 3200 രൂപ വീതം ലഭിക്കുന്നത്. വെള്ളിയാഴ്ച മുതൽ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങും. 26.62 ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടിൽ തുകയെത്തും. മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും. ജനുവരിയിലെ പെൻഷനും ഒപ്പം കുടിശ്ശിക ഗഡുക്കളിൽ ഒന്നുകൂടിയാണ് ഇപ്പോൾ അനുവദിച്ചത്. പണഞ്ഞെരുക്കം കാരണം കുടിശ്ശികയായ ക്ഷേമ പെൻഷൻ ഈ സാമ്പത്തിക വർഷവും അടുത്ത സാമ്പത്തിക വർഷവുമായി നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു. ആദ്യ ഗഡു ഓണത്തിന് നൽകി. രണ്ടാം ഗഡുവാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത്. കേന്ദ്ര സർക്കാർ നയങ്ങൾ മൂലം സംസ്ഥാനത്ത് കനത്ത സാമ്പത്തിക ഞെരുക്കം തുടരുമ്പോഴും പെൻഷൻ കുടിശ്ശികയില്ലാതെ വിതരണം ചെയ്യുകയെന്ന സർക്കാരിന്റെ ദൃഢനിശ്ചയമാണ് നടപ്പാകുന്നത്. പെൻഷൻ വിതരണത്തിന് ആദ്യ മുൻഗണന ഉറപ്പാക്കുന്നു. കഴിഞ്ഞ വർഷം മാർച്ച് മുതൽ പ്രതിമാസം പെൻഷൻ നൽകുന്നുണ്ട്. ഈ സർക്കാർ വന്ന ശേഷം 35,400 കോടിയോളം രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി അനുവദിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും സമഗ്രമായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത് കേരളത്തിലാണ്. ഇതിനാവശ്യമായ പണത്തിന്റെ 98% സംസ്ഥാനം കണ്ടെത്തുന്നു. 2% താഴെ മാത്രമായി കേന്ദ്ര വിഹിതം. 62 ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ 6.8 ലക്ഷം പേർക്കാണ് ശരാശരി 300 രൂപ വീതം സഹായം കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്നത്. കേരളത്തിന്റെ പ്രതിമാസ പെൻഷൻകാർക്ക് ലഭിക്കുന്നത് 1600 രൂപയിൽ ബാക്കി മുഴുവൻ തുകയും സംസ്ഥാനം കണ്ടെത്തുന്നു. വാർദ്ധക്യ, വികലാംഗ, വിധവ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് നാളെ മാത്രം കേന്ദ്ര പെൻഷൻ വിഹിതമുള്ളത്. ഇതും കുടിശ്ശികയാണ്. 2023 നവംബർ മുതൽ 419 കോടി രൂപ കേന്ദ്ര വിഹിതം സംസ്ഥാനം മുൻകൂറായി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നൽകിയത് കേന്ദ്ര സർക്കാർ തിരികെ നൽകാതെ കുടിശ്ശികയാക്കിയിട്ടുണ്ട്. ചാലക്കുടി പ്രസ് ക്ലബിന്റെയും ടൗൺ റോട്ടറി ക്ലബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ കണ്ണട വിതരണവും കണ്ണുപരിശോധനയും സംഘടിപ്പിച്ചു. ചാലക്കുടി പ്രസ് ക്ലബ്ബ് ഹാളിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സിദ്ദിഖ് മാസ്റ്റർ നിർവഹിച്ചു. ചാലക്കുടി ടൗൺ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് PD ദിനേശ് അധ്യക്ഷത വഹിച്ചു. സൈൻ സേവേഴ്സ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ടൗണിലെ ഡ്രൈവർമാർക്ക് വേണ്ടി നേതൃപരിശോധനയും സൗജന്യ കണ്ണട വിതരണവും നടത്തി. വാർഡ് കൗൺസിലർ VJ ജോജി കണ്ണട വിതരണോദ്ഘാടനം നിർവഹിച്ചു. പ്രസ് ക്ലബ്ബ് സെക്രട്ടറി KV ജയൻ, റോട്ടറി ക്ലബ്ബ് അംഗങ്ങളായ അഡ്വക്കേറ്റ് സുനിലൻ കളരിക്കൽ, ശങ്കരൻകുട്ടി പെരുവള്ളി, IAE അബ്ദുൾ മജീദ്, റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി അഡ്വക്കേറ്റ് K കുഞ്ഞുമോൻ എന്നിവർ പ്രസംഗിച്ചു. ഇനിയൊരു ഇടവേള.